നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് മേടത്തിലും ശേഷം 45 നാഴിക വരുന്നത് ഇടവത്തിലുമാണ്. അപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറിയത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ 7.5 ശനി തുടങ്ങിയിട്ടുണ്ട്. ശനിദോഷമുള്ളത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനും കടക്കാരനാകാനുള്ള യോഗമൊക്കെയാണുള്ളത്. അതുമാത്രമല്ല, വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വന്നത് രാഹുവിൻ്റെ ഒരു മാറ്റം വന്നതുകൊണ്ട് ബാധാസ്ഥാനത്തേക്കാണ് രാഹു മാറിയിരിക്കുന്നത്. അപ്പോൾ ആ രാഹു ബാധാസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന നാഗദോഷം കൊണ്ട് കയ്യിൽ കിട്ടേണ്ടതായിരിക്കുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലേ പല രീതിയിലുള്ള തടസ്സങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്കുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് രക്ഷാസ്ഥാനത്തേക്ക് വ്യാഴം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജന്മരാമേ വനേ ദുഃഖം എന്ന് പറയുന്ന യോഗമാണെങ്കിൽ രക്ഷാസ്ഥാനത്ത് വ്യാഴം വന്നപ്പോൾ ദൈവാധീനം വർദ്ധിച്ചു. എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. രണ്ടാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗം വന്നു. കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ജോലിയിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഭാഗ്യാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ കർമ്മം ഭാഗ്യാദാഭീഷ്ട ഭാവേശോ പശുവോ ഭാവപുഷ്ടിൽ നിന്ന് ഭാഗ്യാധിപതി എവിടെ നിന്നാലും പാപനാണെങ്കിലും ആ ഭാവത്തിന് പുഷ്ടിയെ കൊടുക്കും എന്ന് പറയുന്നത് കൊണ്ട് തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനുള്ള യോഗം ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ടുണ്ട്. എന്നാൽ 4ാം ഭാവത്തിൽ ചൊവ്വയും കേതുവാണ്. ഇപ്പോൾ 4 ചൊവ്വയും കേതു എന്നാൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. 4ാം ഭാവാധിപതി രക്ഷാസ്ഥാനത്തുണ്ട്. അത് വളരെ ഗുണമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗത്തെ തരുന്നുണ്ട്. എന്നാൽ പോലും ലഗ്നാൽ 4ൽ നിൽക്കുന്ന ചൊവ്വ ഭൂമി സംബന്ധമായിട്ട്, അതിർത്തി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ പ്രബലമായി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സ്വത്ത് സംബന്ധമായിട്ടുള്ള കലഹങ്ങൾ, ശത്രുത പോലെയുള്ള കാര്യങ്ങൾ, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, ഭൂമി വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 7 ശനി ദോഷമാണ്. 7 ശനിയിൽ തന്നെ 12ലെ ശനി ആയത് കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുകയും കടം വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാ മാസവും കഴിയുന്നതും ചെയ്യുന്നത് അത്രയും നല്ലതാണ്. ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു നാഗദോഷത്തെ ചെയ്യും. അപ്പം നമുക്ക് വരേണ്ട പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ വക്രഗതിയിൽ സഞ്ചരിച്ച് നമ്മൾക്ക് അനുഭവപ്പെടാതെ പോകാനുള്ള സാധ്യതയുള്ളത് കാരണം നാഗപൂജയും മുടങ്ങാതെ ചെയ്യണം. രക്ഷാസ്ഥാനത്ത് വ്യാഴമുള്ളത് കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെങ്കിൽ പോലും ദുരിത ഭവനാധിപതിയായിട്ട് ചൊവ്വ 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഭൂമിയും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നാരങ്ങാമാല ചാർത്തുക, നെയ്വിളക്ക് കഴിപ്പിക്കുക, ദേവീ ക്ഷേത്രത്തിൽ ചെറിയ കുരുതി അതല്ലെങ്കിൽ കുരുതി പുഷ്പാഞ്ജലി ഈ വഴിപാടൊക്കെ കഴിപ്പിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അഭിവൃദ്ധിയും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാൻ ഈ മാസം സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.